എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണം. എന്തായാലും ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്, ധനുമാസം 1. ശരിക്കും 2026 സ്റ്റാർട്ട് ചെയ്യുന്നത് ധനു പകുതിയോടുകൂടിയാണ്. അപ്പോൾ ധനുമാസത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ല മാസം തന്നെയാണ് ധനുമാസം. അപ്പോൾ എന്തായാലും ധനുമാസത്തിൽ തന്നെയാണ് നമ്മുടെ ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. മലയാള മാസം 1-ാം തീയതി അതൊരു പ്രത്യേകത തന്നെയാണ്. എല്ലാ മാസവും 1-ാം തീയതി വരുമ്പോൾ ഒട്ടുമിക്ക ഹൈന്ദവരും ക്ഷേത്രങ്ങളിൽ പോകും. പൂജാമുറിയിലാണെങ്കിലും ചിലർ പാലൊക്കെ വയ്ക്കും. അതുപോലെ തന്നെ പൊങ്കാല ഇടുന്നവരങ്ങനെ ചെയ്യും. ക്ഷേത്രങ്ങളിൽ മസ്റ്റായിട്ടും ഉറപ്പായിട്ടും പോവാത്ത ആളുകളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും 1-ാം തീയതി ക്ഷേത്രത്തിൽ സാധാരണ പോയി ദർശനം നടത്തുന്നതാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ തലമുറയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സമയം ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും AI വീഡിയോകളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒറിജിനലാണെന്ന് തോന്നും. ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലാണ് കേട്ടോ ഇപ്പോഴത്തെ AI വീഡിയോ ൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും ഒരു AI വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാവുന്നതേ ഇല്ല. അപ്പോൾ ഇലക്ഷൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയൊരു പാട്ടുണ്ടായിരുന്നു, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്നുള്ള ആ ഒരു വൈറൽ ഗാനം. ഇപ്പോൾ എവിടെ നോക്കിയാലും ആ ഒരു പാട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഭക്തി ഗാനത്തോടു കൂടി വീഡിയോയിലേക്ക് പോകാം. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ സ്വർണം കണ്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ മോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ മോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ. എന്തായാലും വളരെ രസകരമായിട്ടുണ്ട്. ഈ ഒരു പാട്ട് എഴുതിയത് ആരാണെന്നറിയില്ല, പാടിയത് ആരാണെന്നും എനിക്കറിയില്ല. അപ്പോൾ പലരും പാടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ. എവിടെ ചെന്ന് നോക്കിയാലും ഈ ഒരു പാട്ട് തന്നെയാണ് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് പലർക്കും ഈ ഒരു വീഡിയോ ക്ലിപ്പ്, ഈ ഒരു AI വീഡിയോ ആണെങ്കിൽ പോലും ഇത് കാണുമ്പോഴത്തേക്ക് വിഷമം തോന്നുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരക്കാരോട് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയെ പോലും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനപ്പുറം ചുരിദാറൊക്കെ ഇട്ടിട്ട് പോലും ബിക്കിനി ഇട്ടിട്ട് പോലും പ്രധാനമന്ത്രിയെ പോലും ഇങ്ങനെ ഇതുപോലുള്ള വീഡിയോസുകളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നേണ്ട കാര്യമില്ല. പിന്നെ ഈ സ്വർണത്തിൻ്റെ കേസെന്ന് പറഞ്ഞാൽ അത് പച്ച പരമാർത്ഥമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഒരിക്കലും ഒരു കള്ളം അല്ലല്ലോ. അത് ജനങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിൻ്റെ വേറൊരു ക്ലിപ്പ് കൂടി വെച്ചേക്കാം. സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മനകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ വയനാടിന്റെ ദുരന്തമകറ്റാൻ ഫണ്ട് കൊടുത്തു നാട്ടാര് കോടികളേറെ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തിവന്മാര് പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ ആശാവർക്കരെ റോട്ടിലിറക്കി ഭരണക്കാരൻ ആരപ്പ
ഭരണവും അഴിമതി ശരണം കാരണഭൂതം അവരപ്പ പോറ്റിയേ കേറ്റിയേ സ്വന്തം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രാവിന്ധനമൂർത്തിയേ പോറ്റിയേ കേറ്റിയേ സ്വന്തം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രാവിന്ധനമൂർത്തി. ശരിക്കും ഞാനിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഇത് പാടിയിരിക്കുന്നതൊക്കെ വളരെ രസകരമായിട്ടുള്ള രീതിയാണ്. ശരിക്കും ഇത് ഏത് പാട്ടാണ് എന്ന് ചോദിച്ചാൽ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. ശരിക്കും ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഏതാണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല, അത്രയ്ക്ക് സാദൃശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും എനിക്കറിയാം ഈ ഒരു നമ്മുടെ സഖാക്കളൊക്കെ വന്നിട്ട്, സഖാക്കളും സഖാത്തികളും ഒക്കെ വന്നിട്ട് തെറി വിളിക്കാനായിട്ട് കമൻറ്റ് ബോക്സിൽ വരുന്ന നല്ല ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്നെ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപാട് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എൻ്റെ കൈവശമല്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്പപ്പോഴേ ന്യൂസുകളിലൂടെ കണ്ടതും കേട്ടതും ഒക്കെ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ ഈ ഒരു പാട്ട് വെച്ച എൻ്റെ കുറ്റമൊന്നുമല്ല. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് അതുകൊണ്ട് അതേക്കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് എഡിറ്റ് ചെയ്തത് ആരാണെന്നോ ഈ ഒരു പാട്ട് ഉണ്ടാക്കിയത് ആരാണെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രം എടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.